കാര്യങ്ങൾ പറയൂ. മോശം മാത്രം പറഞ്ഞിട്ട് കുട്ടികളുടെ മനോഭാവം ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഞാൻ മാത്രം ശരി, നീ ഒന്നും ശരിയല്ല. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ആരും ഉണ്ടോ? നിങ്ങൾ ഇവിടുന്ന് ചെറുവത്തൂരേക്കോ നീലേശ്വരത്തേക്കോ കാഞ്ഞങ്ങാട്ടിലേക്കോ രാത്രി 7 മണിക്ക് ശേഷം ഒരു കാറിന്റെ മുമ്പിൽ ഇരുന്ന് യാത്ര ചെയ്യൂ. നമുക്കെതിരായി വരുന്ന വാഹനങ്ങൾ എത്ര ഡിമ്മ് തരുന്നുണ്ട് നോക്കും. ഡിമ്മ് കാസർഗോഡ് പോയിട്ട് വാങ്ങിക്കൊണ്ട് കൊടുക്കേണ്ടതല്ലോ. സ്റ്റെയറിംഗിന്റെ തൊട്ടിപ്പുറത്ത് ഗിയർ പോലത്തെ ഒരു സാധനത്തിൽ ഇങ്ങനെയാക്കിയ ഡിമ്മ, ഇങ്ങനെയാക്കിയ ഹെഡാ. എന്റെ LED ബൾബിന്റെ പ്രകാശം കൊണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിച്ച് നീ മതിലിന് പോയി അടിച്ച് ചത്താലും കുയിൽ പോയി മറിഞ്ഞാലും തരൂലട്ടാ ഞാൻ ഡിമ്മെന്ന് പറയുന്നത് ആരാ? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, എനിക്ക് മാത്രം മതി, ഈ ലോകം നിനക്കൊന്നും വേണ്ട. ഈ മനോഭാവം വീട്ടിൽ നിന്ന് തുടങ്ങുക. എല്ലാറ്റിനെയും ദുഷിപ്പ് പറയുന്നത് അല്ല, നല്ലതും കാണിച്ചു കൊടുക്കണം. ഓപ്പൺ ദി ഹെഡ്, ഹൃദയം തുറക്കൂ. മൂന്നാമത്തത് ഫോർവേഡ് ലീൻ. വീട്ടിൽ കുട്ടികൾ നമ്മളെക്കാൾ സമർത്ഥരാണ്. അവിടെ നമ്മൾ വലിയ ആളായിട്ട് കളിക്കുമ്പോൾ കുട്ടികൾ ചങ്കിനെ നോക്കി പുറത്തു പോകും. അവിടെ കുട്ടികളിലേക്ക് നമ്മൾ താണാൽ കുട്ടികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തേക്ക് ഉയരും. അഹന്ത വേണ്ട. ഒരു കുട്ടീനെ എടുക്കണമെങ്കിൽ നമ്മൾ ആ കുട്ടിയിലേക്ക് കുനിയണ്ടേ, എന്നാലേ കുട്ടി നമ്മളിലേക്ക് ഉയരും. ഫോർവേഡ് ലീൻ, ടച്ച്, തൊടണം. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കണ്ണ്, മൂക്ക്, നാക്ക്, കാത്, 4 ഇന്ദ്രിയങ്ങളല്ല, തൊക്കൊരു ഇന്ദ്രിയ. നമുക്ക് അനുഭൂതിയും നിർവൃതിയും ഉണ്ടാകുമ്പോൾ രോമങ്ങളെല്ലാം എണീറ്റ് നിന്നിട്ട് രോമാഞ്ചം ഉണ്ടാവില്ലേ? രോമില്ലാത്ത തോലാഞ്ചം ഉണ്ടാവും. അവിടെ ഒന്ന് സ്പർശിക്കണ്ടേ? അവിടെ സ്നേഹഗ്രന്ഥിയുണ്ട്. ഒന്ന് കെട്ടിപ്പിടിക്ക്, മുത്തം കൊടുക്ക്, ഷെയ്ക്കേണ്ടി കൊടുക്ക്, ചുമലിൽ തട്ട്, കൈകൾ കോർത്തു പിടിക്ക്, കൈകൾ കോർത്തു പിടിക്ക്. പണ്ടല്ലേ നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ കൂച്ചുകെട്ടി നടക്കലുണ്ട്. ഇപ്പൊ പിള്ളേർ കൂച്ചുകെട്ടുന്ന പരിപാടിയില്ല. കാരണം ഈ 2 കൈമേലും മോണല്ലേ, ഇതെങ്ങനെ കൊച്ചു കിട്ടും? ചുമലിൽ കൈവച്ച് കൂച്ചുകെട്ടണ്ടേ? തൊടണം, കെട്ടിപ്പിടിക്കണം. മക്കളുടെ മുന്നിൽ അച്ഛനമ്മമാർ തൊടാറുണ്ടോ? ബെഡ്റൂമിൽ തൊടാറുണ്ടോ എന്ന് ഞാൻ എനിക്കറിയണ്ട. കുട്ടികളെ മുമ്പിൽ പരസ്പരം പ്രണയം വേണം. പ്രണയത്തെ പറ്റി ഈ കേരളം എത്ര പുരോഗതി പ്രാപിച്ചിട്ടും കേരളത്തിൽ പ്രണയത്തെ പറ്റി ഒരു തെറ്റിദ്ധാരണയാണ്. പ്രണയം എന്ന് പറഞ്ഞാൽ വിവാഹം വരെയുള്ള തരികിടിയാണ്. വിവാഹം കഴിഞ്ഞാൽ പിന്നെ അഡ്ജസ്റ്റ്മെന്റ്. നോ, വിവാഹം മുതൽ മരണം വരെ പുഷ്പിക്കേണ്ടതൊന്നും ഒരു മനോഹരമായ വികാരമാണ് പ്രണയം. NN കക്കാട് ആശുപത്രി കിടക്കയിൽ ശ്വാസകോശ അർബുദം ബാധിച്ചു മരണക്കിടക്കയിൽ കിടക്കുമ്പോഴാണ് നീ അണിയത്തു ചേർന്നു നിൽക്കൂ സഖീ, ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖീ, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, ഈ പഴം കൂടൊരു ചുമൈക്കടിയിടറി വീഴാ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ വർഷത്തെ തിരുവാതിരയെ വരവേൽക്കണമെന്ന് പറഞ്ഞ് സബലമീ യാത്ര എന്ന കവിത എഴുതിയില്ലേ? പ്രേമിക്കും നമ്മളിത് രാവിലെ കല്യാണം കഴിഞ്ഞവരെ രാവിലെ ഉച്ചക്കും രാത്രി ഐ ലവ് യു ഐ ലവ് യു ഐ ലൈക്ക് യു അയക്കും. വിവാഹം കഴിഞ്ഞിട്ട് ഒരു തവണ പറഞ്ഞോ ഐ ലവ് യു ഐ ലൈക്ക് യു എന്ന് പറഞ്ഞോ? എന്താ പറഞ്ഞാലും എന്താ പറയാത്തതെന്ന് ചോദിച്ചപ്പോ തൃശ്ശൂർ കുന്നംകുളത്തുനിന്ന് ഒരാൾ സദസ്സ് എന്നോട് എണീറ്റ് എന്ന് പറയാ, കല്യാണം കഴിഞ്ഞാൽ എന്താ ഐ ലവ് യു പറയാത്തതെന്ന് അറിയോ? എന്താ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ എന്തിനാ സാറേ പ്രചാരണം? അപ്പൊ ഇലക്ഷന്റെ തട്ടിപ്പാണ് ഈ ഐ ലവ് യു. അതുകൊണ്ട് പ്രണയിക്ക്, തൊടണം, ഹൃദയത്തിൽ തൊട്ട് സംസാരിക്കണം. SOFT അടുത്തത് ഈ ഐ കോണ്ടാക്ട്. കണ്ണിലാണ്. നമ്മുടെ കണ്ണ് പോലെ മറ്റാർക്കും കണ്ണില്ല. വിമാനത്തിൽ വിദേശത്ത് പോകുമ്പോൾ പാസ്പോർട്ടിനേക്കാൾ വില കണ്ണിന്റെ ഫോട്ടോയാണ്. കണ്ണിന്റെ സൗന്ദര്യം, കണ്ണിലെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ. ഞാനിപ്പോ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ എന്റെ വാച്ചിലോ ഷർട്ടിലോ മുണ്ടിലോ അല്ലല്ലോ നോക്കുന്നത്, എന്റെ കണ്ണിലാണ്. അധ്യാപകരുടെ കണ്ണിലേക്കാണ് കുട്ടികൾ നോക്കുന്നത്. കണ്ണാണ്. അധ്യാപകർ കുട്ടികളുടെ കണ്ണിലേക്കാണ് നോക്കേണ്ടത്. ആ കണ്ണാണ് പ്രധാനം. ആ കണ്ണിന്റെ സൗന്ദര്യം വെച്ചിട്ട് എത്ര പേരുണ്ടായിരുന്നു. അക്ഷി എന്ന് പറഞ്ഞ കണ്ണാ. അംബുജാക്ഷിയില്ലേ, കമലാക്ഷിയില്ലേ, പങ്കജാക്ഷിയില്ലേ, മീനാക്ഷി. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇങ്ങനെ കണക്കൂട്ടി നോക്കി, 12 വിശാലാക്ഷി ഉണ്ടായിരുന്നു എന്താണ്. ഇപ്പൊ 2 ഉള്ളൂ, 10 മരിച്ചു. പണ്ടത്തെ സൂപ്പർ പേരായിരുന്നു വിശാലാക്ഷി. വലിയ കണ്ണുണ്ടെങ്കിൽ സുന്ദരിയാ വിശാലാക്ഷി. നേരെ തിരിച്ചാണ്, ആണുങ്ങൾക്ക് ചെറിയ കണ്ണുണ്ടെങ്കിൽ സുന്ദരനാ. അതാ പെണ്ണുങ്ങളെ വിശാലാക്ഷി എന്ന് വിളിക്കുമ്പോൾ ആണുങ്ങളെ കുഞ്ഞിക്കണ്ണ എന്ന് വിളിച്ചു. മനസ്സിലായോ? കണ്ണിൽ നോക്കി വർത്തമാനം പറയും. ആ കണ്ണുകളുടെ സൗന്ദര്യം നോക്കൂ. അടുത്തത് നോഡിങ്, തലകുലുക്കൂ. നോഡിങ് എന്ന് പറഞ്ഞാൽ തലകുലുക്കൽ. അത് ജനാധിപത്യത്തിന്റെ ബോഡി ലാംഗ്വേജാ. ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യലല്ല മാത്രമല്ല, പഞ്ചായത്തിലും പാർലമെന്റിലും അസംബ്ലിയിലും മനുഷ്യനും ഒത്തുചേരുന്നതിന്റെ രസതന്ത്രമാണ്. ആ ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ കുട്ടികൾ പഠിക്കേണ്ടത് വീട്ടിൽ നിന്നാ. അവിടെ അത് നടക്കുവോ?
ഞാനാ വീടെടുത്തത്, ഞാനാ അരി വാങ്ങുന്നത്, ഞാനാ ശമ്പളം വാങ്ങുന്നത്. അതുകൊണ്ട് ഗൃഹനാഥനാരാ? ബാഹുബലി സിനിമയിലെ പൽവാൽ ദേവൻ. ഭാര്യയും മക്കളും കട്ടപ്പ, ചായ, ചോറ്, അടിമ. എന്തിന്? വീട്ടിലെല്ലാവരും ഒരുപോലെ പണികൾ ഷെയർ ചെയ്യണ്ടേ? ഞാൻ കുടുംബശ്രീയിലൂടെ നടത്തിയ ഒരു സർവേ എന്ന് മനസ്സിലായത് സത്യം. കേരളത്തിലെ 54% ആണുങ്ങളും അവനവന്റെ അണ്ടർവെയർ അലക്കാത്ത ടീമാണ്. അണ്ടർവെയർ അലക്കും, ഭാര്യനെയോ അമ്മേനെയോ പെങ്ങളെ ഏൽപ്പിക്കും. സ്വന്തം അണ്ടർവെയർ പെണ്ണുങ്ങളെ ഏൽപ്പിച്ച് അലക്കാൻ പറയാന്ന് പറഞ്ഞ എന്ത് വൃത്തികെട്ടവന്മാരാ. ഇപ്പൊ ചില ആൾ വിചാരിക്കുന്നുണ്ട് ഈ കാലിനെ പ്രസംഗിക്കാൻ വിളിച്ച ആപത്തായല്ലോ. ഇല്ലേ ഇല്ലേ ഇല്ലേ? ഇവിടെ വീട്ടിലുള്ള പണികളെല്ലാം പരസ്പരം ഷെയർ ചെയ്തിട്ട് ഒന്ന് അടുക്കള പണി. ഏറ്റവും കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കുന്ന പെണ്ണുങ്ങളൊന്നും അല്ലല്ലോ. എല്ലാ ഹോട്ടലുകളിലും എല്ലാ സദ്യക്ക് ആണുങ്ങളല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നത്. പിന്നെ വീട്ടിൽ മാത്രം എന്താ ഉണ്ടാക്കിയാൽ? അത് പെണ്ണുങ്ങൾ കസേരയിൽ ചെയ്തിട്ട് ആണുങ്ങൾ ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഒന്നിച്ചുണ്ടാക്കുക, ഒരുമിച്ച് ഷെയർ ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുക. കുട്ടികൾക്ക് എല്ലാ ജോലിയും പഠിപ്പിക്കുക. സ്കൂൾ ബസ് വരേണ്ട സമയമാകുമ്പോൾ അലാറുണ്ട്. എന്റെ ട്രൗസർ, എന്റെ വാട്ടർ ബോട്ടിൽ, എന്റെ ബോക്സ്, എന്റെ പേന ഇതെല്ലാം എടുത്ത് ചുമലിൽ വെച്ചിട്ട് കുട്ടീനെ ബസ്സിൽ ബഹിരാകാശ യാത്രികനെ റോക്കറ്റിൽ ഉന്തിക്കയറ്റും പോലെ അങ്ങ് ഉന്തി കയറ്റിയാൽ ഇന്നത്തെയായി, ഇനി നാളെ എന്ന് പറയുന്നില്ലേ? തെറ്റാണത്. ഒരു 5ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും കുട്ടി അവനവന്റെ ഡ്രസ്സും വാട്ടർ ബോട്ടിലും എടുത്ത് ഇറങ്ങാനുള്ള പരിശീലനം കൊടുക്കും. കാരണം എല്ലാ കാലം നിങ്ങൾ കൂടെ ഉണ്ടാവോ? ഇവൻ എവിടെയെല്ലാം പോണ്ടവനാ? ആടെ എത്തും അച്ഛാ അമ്മയെന്ന് പറഞ്ഞ് നിലവിളിച്ച് ആരെങ്കിലും അലക്കി കൊടുക്കുവോ? അത്തരത്തിൽ നമ്മുടെ വീട് ജനാധിപത്യപൂർണ്ണമാകണം. പരസ്പരം മനുഷ്യനും ഇടപഴകാൻ പഠിക്കണം. ഞാൻ മാത്രം ശരി എന്നതിലൂടെ 6 ശരി ലോകത്തുണ്ടാവുന്നുണ്ട്. ആ 6 ശരി കൊണ്ടാണ് 1 ലക്ഷം കൊലപാതകങ്ങൾ കഴിഞ്ഞ 2025 ഈ ഭൂമിയിൽ നടന്നു. എന്താ 6 ശരി? 1 ഞാൻ മാത്രം ശരി, 2 എന്റെ ദൈവം മാത്രം ശരി, 3 എന്റെ ജാതി മാത്രം ശരി. ഊക്കികൾ പറയുന്നു, ഭീതികൾ പറയുന്നു എന്റെ ജാതികൾ മാത്രം ശരി. അതാണ് മണിപ്പൂരിലെ കലാപം. 4 എന്റെ മതം മാത്രം ശരി, 5 എന്റെ പാർട്ടി മാത്രം ശരി, 6 എന്റെ രാജ്യം മാത്രം ശരി. ഈ 6 ശരി കൊണ്ടാണ് ലോകത്തിലെ മുഴുവൻ തെറ്റും ഉണ്ടാവുന്നത്. അതുകൊണ്ട് ജനാധിപത്യ ബോധം വീട്ടിൽ നിന്ന് പഠിക്കണം. ദൈവം എന്ന് പറയുന്നത് പണമുണ്ടാക്കാനും അധികാരമുണ്ടാക്കാനുള്ള കുറുക്ക് വഴിയല്ല. ഈ അടുത്ത കാലത്ത് നാദം, ദൈവവും നാദവും തമ്മിലൊരു ബന്ധമില്ല. നാദമുണ്ടായപ്പോഴാണ് ദൈവമുണ്ടായതല്ലേ? നാദത്തിൽ നിന്ന് നാദാത്മികേ ദേവി മൂകാംബികേ കേട്ടിട്ട്. ഇപ്പൊ അടുത്ത കാലത്ത് ദൈവത്തെ വിളിക്കുന്ന ശബ്ദം മാറിയത് കണ്ടോ നിങ്ങൾ? ജയ് ശ്രീറാം, അട്ടഹാസ, പേടിപ്പിക്കുക. അല്ലാഹു അക്ബർ, പേടിപ്പിക്കുക. കർത്താവേ, ദൈവത്തെ പേടിപ്പിക്കുക. ഇതൊരു ഭീകരതയാണ്. ദൈവത്തിന്റെ പേരിലുള്ള ഭീകരതയാണ് നടക്കുന്നത്. ഇത് ദൈവത്തിന്റെ ഇസമല്ല, ചെകുത്താന്റെ ഇസമാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ മനുഷ്യന് സമാധാനത്തിനാണ്. അല്ലാതെ ദൈവത്തെ തെരുവിൽ വലിച്ചഴച്ചിട്ട് മുദ്രാവാക്യമാക്കി മാറ്റിയിട്ട് ദൈവത്തെ ഉപയോഗപ്പെടുത്തി വോട്ട് പിടിക്കുക, അധികാരമുണ്ടാക്കുക, പണമുണ്ടാക്കുക എന്ന സൂത്രപ്പണിയാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യത്തെയും ലോകത്തിലെയും ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനം. ദൈവത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതാണ് ലോകത്തിലെ ഭീകര പ്രസ്ഥാനങ്ങളെല്ലാം. നിങ്ങളുടെ ദൈവത്തെയാണ് ഇവർ കൊള്ളയടിക്കുന്നത്, അറിയുമോ? നിങ്ങളത് കയ്യും കെട്ടി നോക്കി നിൽക്കുക. നോ, ദൈവത്തിന്റെ പണി ദൈവം. നിങ്ങൾക്ക് കൈ തന്നത്, കാല് തന്നത്, തല തന്നത് എന്തിനാ? എപ്പോഴും ദൈവത്തിന്റെ പറയേ ദൈവമേ അത് വേണം, ദൈവമേ ഇത് വേണം, കൊട്ടേഷൻ ഏൽപ്പിക്കാനാ? അല്ല. നിങ്ങൾക്ക് സ്വന്തം ബുദ്ധിയുണ്ട്, സ്വന്തമായി കരങ്ങളുണ്ട്. അധ്വാനിക്കണം. ഈ ലോകത്ത് മാറ്റമുണ്ടാക്കിയത് എങ്ങനെയാ? 5 ഘടകങ്ങളാണ് ഈ ലോകത്ത് മനുഷ്യനെ സൃഷ്ടിച്ചത്. കാട്ടാളന്മാരെ മൃഗങ്ങളെ പോലെ നടന്നിരുന്ന കാലത്തിൽ നിന്ന് മാറി മനുഷ്യൻ ചിന്തിക്കാൻ ആരംഭിച്ചു. കുരുവിൻ്റെ അകത്ത് മരം ഉണ്ടാവും എന്നുള്ള ചിന്തയുണ്ടായി. എന്നിട്ട് അത് ഷെയർ ചെയ്തു, പങ്കുവെക്കാൻ ആരംഭിച്ചു, ഭാഷയുണ്ടായി. എന്നിട്ട് അധ്വാനിച്ചു, അത് മണ്ണ് കളച്ചു. അക്കാണും മാമല വെട്ടി വയലാക്കി ആര്യൻ വിത്തെറിഞ്ഞു, അധ്വാനിച്ചു. എന്നിട്ട് അതിലെ വിളവുകൾ പങ്കുവെച്ചു, സ്നേഹിച്ചു. 5ാമത്തത് ബാക്കിയുള്ളത് സൂക്ഷിച്ചു വെച്ചു, സമ്പാദ്യമുണ്ടായി, അടുത്ത തലമുറക്ക് വേണ്ടി നീക്കി വെച്ചു. ഈ 5 ഘടകങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ, നിങ്ങളുടെ നാട്ടിലുണ്ടോ? നിങ്ങളുടെ സംസ്കാരമുള്ളവരാ. എന്താണത്? 1 ചിന്ത. ചിന്തയാണ് പ്രധാനം. ചിന്ത വളർത്തിയാലേ കാര്യമുള്ളൂ. ചിന്തയുടെ വള്ളി അപ്പുറത്തെ അക്ഷരത്തിനിട്ട് മാറ്റി വളർത്തിയിട്ട് കാര്യമൊന്നുമില്ല. അതിനെ കൊണ്ട് മുറിച്ചിട്ട് വിൽക്കാൻ പറ്റുമോ? ഇല്ല. ചിന്ത വളർത്തുക, ആശയവിനിമയം വളർത്തുക. പറയുന്നത് കേൾക്കുകയും വേണം, പറയുകയും വേണം, വായിക്കുകയും വേണം. പുസ്തകങ്ങൾ വായിക്കണം.
പുസ്തകങ്ങൾ വായിക്കണമെങ്കിൽ 10 ഘടകങ്ങളുണ്ട്. ഒന്ന്, പുസ്തകം വായിക്കാൻ തോന്നണം. തോന്നാത്ത പ്രശ്നം, പുസ്തകം ഇല്ലാത്തല്ല. 2, അന്വേഷണം, ഇവിടെ പുസ്തകം കിട്ടും, എനിക്ക് പറ്റിയത് ഏത്. 3, വാങ്ങണം. പുസ്തകം പൈസ കൊടുത്തും വാങ്ങണം, സമ്മാനമായിട്ട് വാങ്ങണം, വായ്പ വാങ്ങാം. വായ്പാ സംഘമാണ് ഗ്രന്ഥശാല സംഘം. വായ്പ വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണം, പുസ്തകേ കൊടുക്കണ്ടു, പലിശ ഇങ്ങോട്ട് തരും, അതിലെ അറിവും അനുഭൂതി ഇങ്ങോട്ട് തരും. വാങ്ങണം. 4, തുറക്കണം. പുസ്തകം എല്ലാവരും വാങ്ങുന്നുണ്ട്, പക്ഷെ തുറക്കില്ല. വായിക്കും, വായിക്കാം, വായിച്ചിരിക്കും, വായിച്ചേ തീരൂ, എന്തായാലും വായിക്കും, വായിക്കൂല, തുറക്കട്ടെ. തുറക്കണം. 4, 5 വായിക്കണം, പകുതിയായിട്ടുള്ളൂ. 6 വിചിന്തനം, 7 വിശകലനം, 8 സംസ്കരണം. പുസ്തകത്തിൽ എഴുതിയെല്ലാം ശരിയൊന്നുമല്ല, നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക, ആവശ്യമില്ലാത്ത ഒഴിവാക്കുക, അതാ സംസ്കരണം. 9 ഓർമ്മിക്കണം. പുസ്തകത്തിൽ വായിച്ച കാര്യങ്ങൾ ജീവിതത്തിലും വർത്തമാനത്തിലും സാമൂഹ്യ വിമർശനങ്ങളിലും ചിന്തകളിലും വോട്ട് ചെയ്യുമ്പോഴും എല്ലാം പുസ്തകത്തിൽ വായിച്ച കാര്യങ്ങൾ ഓർമ്മിക്കണം. 10 പ്രതികരണം. പ്രതികരണം, പുസ്തകം വായിച്ചതിന് തക്കതായ മാറ്റം നമ്മുടെ ചിന്തയിലും വർത്തമാനത്തിലും സ്വഭാവത്തിലും ഉണ്ടാവണം. ജീവൻ തോൺ കഴിക്കുന്നതിന് മുമ്പ്, കഴിച്ചതിന് ശേഷം എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു. അതുപോലെ പുസ്തകം വായിക്കുന്നതിന് മുമ്പുള്ള നിങ്ങളല്ല, പുസ്തകം വായിച്ചതിന് ശേഷമുള്ള നിങ്ങൾ, അതിൽ മാറ്റമുണ്ടാവും. ഈ 10 ഘട്ടങ്ങളിലൂടെ പുസ്തകങ്ങളുടെ പുറകെ പോവുക. ഈ ഭൂമി അടുത്ത തലമുറയ്ക്കായി കാത്തുരക്ഷിക്കുക. അത്തരത്തിൽ ഈ പുസ്തക ദിനത്തിൽ, ഈ ഭൗമദിനത്തിൽ പ്രതിഭയുടെ ഈ വാർഷികം, പ്രതിഭോത്സവം നന്നായി സംഘടിപ്പിച്ചു. ഇവിടെ